ഹലോ ഹായ് നാട്ടിൻപുറത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആലങ്ങ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ശർക്കര എടുത്തൊന്ന് മെൽറ്റാവാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ടു. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മളൊന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു 2 കപ്പ് മാവ് അരിപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ പിന്നെ ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ശകലം ഏലക്കാപ്പൊടിയും പിന്നെ 1 സ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബദാം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടേസ്റ്റിന് വേണ്ടി, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര പാനി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിനൊരു വിധം പരുവത്തിന്, ഒരുപാട് ലൂസാകാത്ത രീതിയിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു മണമുള്ള ഒരിതാണ് വരുന്നത്. അത് ഇതാക്കി വെച്ചതിന് ശേഷം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എടുത്ത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമ്മൾ ആ മാവൊക്കെ നമുക്കൊന്ന് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ അത് നമ്മളാണ്ട് ഈ പരുവത്തിനൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഉരുട്ടിയെടുത്ത് ചെറിയ ഇതാക്കണം, അപ്പോഴത്തേക്കും നല്ല രീതിയിലൊന്ന് മൂത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ പരുവത്തിനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഉരുട്ടിയെടുത്തതിന് ശേഷം തിളച്ച് കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ച് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല ഒരു മണം ഉണ്ടാവും ഇതിൽ നിന്ന്. അപ്പോൾ ആ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഇട്ടതിന് ശേഷം നമ്മൾ കോരിയെടുക്കണം. അപ്പോൾ തന്നെ നല്ലൊരു കളറായിട്ടുണ്ട്. അങ്ങനെ നല്ല ഈ പരുവാകുമ്പോഴത്തേക്കും നമ്മളതൊന്ന് കോരിയെടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്, പണ്ട് ഉമ്മമാരൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.